നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര സാധ്യത തള്ളാതെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ പാർട്ടി മത്സരിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആലോചിക്കും. സ്ഥാനാർത്ഥിയായി തന്റെ പേര് പ്രചരിക്കുന്നതിലെ കാരണം അറിയില്ല. മത്സരിക്കുമെന്ന് പ്രചരിക്കുന്ന വാർത്തകളിൽ ദുഷ്ടലാക്ക് കാണുന്നില്ല എന്നും മറിയ ഉമ്മൻ 24നോട് പറഞ്ഞു. 24ന്റെ ഫോർ ദ പീപ്പിൾ അഭിമുഖ പരിപാടിയിലായിരുന്നു പ്രതികരണം. ഞാനും വാർത്തകളിൽ കണ്ടു, ഓൺലൈൻ വാർത്തയിൽ യൂട്യൂബിലെല്ലാം കണ്ടു. പക്ഷേ എനിക്കതിൻ്റെ സത്യാവസ്ഥയെപ്പറ്റി ഞാനത് അറിഞ്ഞിട്ടേ ഇല്ല. അതെല്ലാം ദുഷ്ടലാക്കോടുകൂടി ചെയ്ത് അത് എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, പക്ഷേ അതെല്ലാം ദുഷ്ടലാക്കോടുകൂടിയാണോ എന്ന് പറയാൻ എനിക്ക് സാധിക്കത്തില്ല. ഞാൻ ബിഗ് നോ ടു പൊളിറ്റിക്സ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ തൽക്കാലം ഞാൻ അതിനൊരു ഉത്തരം പറയുന്നില്ല. അതെ, ആരെങ്കിലും ഈ പറഞ്ഞവരിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകട്ടെ, അപ്പോഴല്ലേ നമുക്കതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യം. ഡൽഹി യാത്രയിലും പ്രതികരണവുമായി മറിയ ഉമ്മൻ വ്യക്തിപരമായ ആവശ്യത്തിനാണ് പോയത്. സാമൂഹിക സേവനവുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് വേണ്ടിയാണ് മതനേതാക്കളെ കണ്ടതെന്നും മറിയ ഉമ്മൻ വ്യക്തമാക്കി. ഡൽഹി പോയത് ഒരു പേഴ്സണൽ വിസിറ്റ് ആയിരുന്നു. അതിൽ ഞാനും ചാണ്ടിയും ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. പിന്നെ ബാക്കി ഈ മേലധ്യക്ഷന്മാരുടെ കാര്യങ്ങൾ ഏത് പരിപാടി ഏത് സ്ഥലത്ത് വെച്ച് ചെയ്താലും ആ പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ MLA MP അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, പിന്നെ അവിടുത്തെ മതമേലധ്യക്ഷൻ, അത് തിരുമേനി ആയിക്കോട്ടെ, NSSന്റെ പ്രതിനിധികളായിക്കോട്ടെ, മറ്റ് മതങ്ങളുടെ ആയിക്കോട്ടെ, എപ്പോഴും എൻ്റെ പരിപാടികളിൽ മുഖ്യാതിഥികളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ. ഇതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ ഇവരെ എല്ലാവരെയും മീറ്റ് ചെയ്യാറുണ്ട്, ക്ഷണിക്കാറുണ്ട്, അവർ വരാറുണ്ട്. അങ്ങനെ ഇവരുമായിട്ടെല്ലാം വളരെ സൗഹൃദമായ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ പരിപാടികളിലും എന്നെ ക്ഷണിക്കാറുണ്ട്, ഞാനും പോകാറുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ പോകുന്നതും കാണുന്നതും ഒക്കെ. സമത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ല എന്ന് മറിയ ഉമ്മൻ 24നോട്. പിതാവ് ഉമ്മൻചാണ്ടി ഒരേപോലെയാണ് മക്കളെ കണ്ടത്. മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായതിനാലെന്നും മറിയ ഉമ്മൻ പറഞ്ഞു. ചാണ്ടി ഒരു അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്, MLA ആണ്. പാർട്ടിയാണ് അൾട്ടിമേറ്റ്ലി എല്ലാം തീരുമാനിക്കുന്നത്. അപ്പം ചാണ്ടി അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം. അതുകൊണ്ട് എനിക്കതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് അവൻ ഇപ്പൊ പാർട്ടി തീരുമാനിക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കും എന്ന് പറഞ്ഞു എന്ന് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ അപ്പ ഞങ്ങളെ 3 മക്കളെയും ഒരുപോലെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. ചാണ്ടിയായിരുന്നല്ലോ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി. ഒരിക്കലും അപ്പ ഒരു രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാനോ അങ്ങനെ വഴിവിട്ട ഒരു സഹായം ചെയ്യാനോ അപ്പോൾ ഒരിക്കലും ഒരുങ്ങിയിരുന്നില്ല. അപ്പോൾ പൂർണ്ണ ഇക്വാലിറ്റി, അപ്പോൾ വീട്ടിൽ അങ്ങനെ ഒരു ഇക്വാലിറ്റി പ്രശ്നമേ ഉണ്ടായിട്ടില്ല. ഫോർ ദ പീപ്പിൾ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഇന്ന് വൈകിട്ട് 5 മണിക്ക് 24ൽ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.